आप नियम कानून से बात करेंगे ना, कोई देश विरोधी बातचीत हो रही क्या यहाँ पे? परीक्षाओं के पेपर लीक हो रहे हैं, जिन परीक्षाओं को देके आप एडीएम हुए हैं या एसएसपी हुए हैं, कोई आईजी हुआ है, कोई डीजीपी हुआ है, उन्हीं परीक्षाओं के पेपर लीक हो रहे हैं जिसमें आपके बच्चे भी पेपर लीक से प्रभावित है। उस पर चर्चा करना, बातचीत करना गुनाह है डेमोक्रेसी के अंदर, और वो भी बंद कमरे में। ये तो मैं पहली बार देख रहा हूं। यहां तो पता नहीं कितनी बार मैं प्रेस कॉन्फ्रेंस कर चुका हूं, अपनी बात पहली बार मैं देख रहा हूं कि प्रशासन आके कह रहा था पेपर लीक पे ही बात मत कीजिए, लाखों छात्रों की जिंदगी बर्बाद हो जाए। नहीं, ये बुक है, कोई पब्लिक प्लेस में हम कुछ कर रहे हो, कोई आपको लड़ाई लड़ाई वहां सिचुएशन दिखती हो, और मैं यहाँ रुका हुआ हूँ, मैं अब मेरे कॉन्फ्रेंस हॉल है, उस कॉन्फ्रेंस हॉल में मैं कर सकता हूँ। ये आपकी निजी प्रॉपर्टी तो है नहीं, आपकी निजी प्रॉपर्टी है। एडीएम साहब ये आपकी निजी प्रॉपर्टी है क्या? नहीं, ये आपकी निजी प्रॉपर्टी है क्या? तब ये हमारे पैसे से बना हुआ है कॉन्फ्रेंस हॉल, जनता के पैसे से, इसमें आपका कोई अधिकार नहीं। आपका काम है लॉ एंड ऑर्डर देखना, कोई पब्लिक प्लेस पे कोई कार्यक्रम हो रहा हो, कोई आपको डिस्टर्बेंस हो रहा हो, कोई रोड ब्लॉक हो रहा हो, वहां आप आ सकते हैं। यहां आप आ ही गलत गए, और मैं अपने प्रिविलेज कमेटी में शिकायत करूंगा आप लोगों की। ये ठीक बात नहीं है। एक सांसद के विशेषाधिकारों का भंग कर रहे हैं। യോഗി ആദിത്യനാഥിന്റെ യു പിയിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രയാഗ്രാജിലെ ഒരു കോൺഫറൻസ് ഹാള് ആം ആദ്മി പാർട്ടിയുടെ MP ആയിട്ടുള്ള സഞ്ജയ് സിംഗ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കോൺഫറൻസ് ഹാള് ബുക്ക് ചെയ്ത് അത് വാടകക്കെടുത്ത് അവിടെ ഒരു 10-100 ആളുകൾ ഉണ്ടാവും മാക്സിമം. അത്രയും പേര് ഒരു വട്ടത്തിൽ ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. എന്താ സംസാരിക്കുന്നത്, എന്താ ചർച്ച ചെയ്യുന്നത്? രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്, CBSE പരീക്ഷയിൽ നടന്നിരിക്കുന്ന ക്രമക്കേടിനെ കുറിച്ച്, എൻട്രൻസ് എക്സാമുകൾ, നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമുകളിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച്, ഈ എക്സാമുകളുടെ ചോദ്യപേപ്പർ ചോർച്ചകളെക്കുറിച്ച്, ഈ എക്സാമുകൾ നടത്തി എഴുതിയ പരീക്ഷ എഴുതി മാസങ്ങളോളം ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് മനസ്സിലാക്കി പരീക്ഷ എഴുതി ഭാവി തലമുറയായിട്ടുള്ള ഈ പറയുന്ന ന്യൂ ജനറേഷനിൽ പെടുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ അവരുടെ ഉത്തരക്കടലാസുകൾ പാടെ അട്ടിമറിക്കുന്നതിനെ കുറിച്ച്, എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ആം ആദ്മി പാർട്ടിയുടെ MP ആയിട്ടുള്ള സഞ്ജയ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രയാഗ്രാജിലെ കോൺഫറൻസ് ഹാളിലേക്ക് കളക്ടർ അടക്കമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കടന്നു വരികയാണ്. അങ്ങനെ ഇവരറ്റകളൊക്കെ കടന്നു വന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നത് ഈ പരിപാടി ഇവിടെ നിർത്തണം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത് പോലീസ് സ്റ്റേഷൻ മാർച്ചല്ല, ഇത് കലക്ടറേറ്റ് മാർച്ചല്ല, ഇത് സെക്രട്ടേറിയറ്റ് ധർണയല്ല. ഇവിടെ അക്രമം ഉണ്ടായിട്ടില്ല, മുദ്രാവാക്യം വിളി പോലും ഉണ്ടായിട്ടില്ല, ശബ്ദ കോലാഹലങ്ങളില്ല. ഒരു അടച്ചിട്ട കോൺഫറൻസ് ഹാളിൽ ഇരുന്നു കൊണ്ട് കുറച്ച് പേര്, രാജ്യത്ത് വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, വരും തലമുറയിൽ പെടുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, എത്ര പേരുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്? എത്ര പേരാ ഈ നീറ്റ് എക്സാമിന്റെ ക്രമക്കേടിന്റെ പേരിൽ പഠിച്ച് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷ റദ്ദാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു എൻട്രൻസ് എക്സാം പരീക്ഷ എഴുതിയിട്ട് അത് റദ്ദാക്കുകയാണ്. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആ കുട്ടികളുടെ മനസ്സ്, സ്ട്രെസ്, അത് സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുകയാ. അപ്പൊ ഇത്രയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം, അതേക്കുറിച്ച് രാജ്യത്തെ പാർലമെന്റിലെ ഒരു അംഗമായ സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ആളുകൾ, അതിനെക്കുറിച്ച് വിദ്യാർത്ഥികളും അടങ്ങുന്ന ആളുകൾ വലിയ ചർച്ചകൾ നടത്തുമ്പോൾ കളക്ടറും DYSPയും ജില്ലാ പോലീസ് മേധാവിയും അടക്കമുള്ള ആളുകൾ വന്നിട്ട് അതിനെ തടയാണ്. എവിടെ വരെ എത്തി നിൽക്കുന്നു വിശ്വഗുരുവിന്റെ ധൈര്യം, ആത്മധൈര്യം? ഇരട്ടച്ചങ്കനല്ലട്ടാ, അത് നമ്മളെ കേരളത്തിലെ ആളാണ് അല്ലേ? ഈ വിശ്വഗുരുവിന്റെ ആത്മധൈര്യം എവിടെ പോയി? ചോർന്നൊലിച്ചു പോയിരിക്കുകയാ.
എന്ന് കരുതിയാൽ, എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം എന്നൊന്നല്ല പറയേണ്ടത്, ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്ന, ഒരു തലമുറയുടെ പ്രശ്ന, വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്ന. ആ പ്രശ്നം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് കാണുമ്പോൾ, അടച്ചിട്ട മുറിയിൽ 4 ആൾ ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ, അതിൽ വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ ഭയമാണ്. നരേന്ദ്രമോദിയാണെങ്കിലും അമിത്ഷായാണെങ്കിലും യോഗി ആദിത്യനാഥ് ആണെങ്കിലും മുട്ടുവറച്ച് പെടുക്കാവറച്ച് കൗബീനത്തിൽ അതൊക്കെ മുള്ളുന്ന അവസ്ഥയിലാണുള്ളത്. ഇതൊന്നും ചർച്ച ചെയ്യണ്ട എന്നാ പറയുന്നത്. ഇതൊന്നും ചർച്ച ചെയ്യണ്ട. നിങ്ങൾ ഗോമാതാവിനെ കുറിച്ച് ചർച്ച ചെയ്താൽ മതി, നിങ്ങൾ മുസ്ലിമിനെ കുറിച്ച് ചർച്ച ചെയ്താൽ മതി, നിങ്ങൾ ബീഫിനെ കുറിച്ച് ചർച്ച ചെയ്താൽ മതി, നിങ്ങൾ വിശ്വാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്താൽ മതി. വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യരുത്. ഇന്ധന വില വർധനവിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യരുത്. രാജ്യത്തെ ദൈനംദിന അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യരുത്. രാജ്യത്തെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യരുത്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യരുത്. എന്തിന് വളർന്നു വരുന്ന തലമുറയെക്കുറിച്ച് പോലും നിങ്ങൾ ചർച്ച ചെയ്യരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ കോൺഫറൻസ് ഹാളിൽ അതിലെ പകുതിയിലേറെ കസേരകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. അത്രയേ ആളുകളുള്ളൂ. ഒരു മുദ്രാവാക്യം വിളിയില്ല, ഒരു പ്രകടനമില്ല, സമരമില്ല, പ്രതിഷേധങ്ങളില്ല, ഒന്നുമില്ല. വളരെ ശാന്തമായിട്ട് രാജ്യത്ത് നടക്കുന്ന ഈ വിദ്യാഭ്യാസ മേഖലയിൽ തകർന്ന് താറുമാറായിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇതൊന്നും ചർച്ച ചെയ്യരുതെന്നാണ് പറയുന്നത്. അത് തടയാൻ ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകൾ വരിക. ഈ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എവിടെ എത്തി നിൽക്കുന്നു? മോദിയുടെയും യോഗിയുടെയും ഇരട്ട എഞ്ചിൻ സർക്കാരുകൾ. ഇരട്ട എഞ്ചിനല്ല, ഓട്ട എഞ്ചിനാണ്. ഓട്ട എഞ്ചിൻ. ഭയം മാത്രമാണ് ഇവരുടെ മനസ്സിലുള്ളത്. കാരണം ഈ അടുത്ത കാലത്ത് നേപ്പാളിൽ കണ്ടത്, ബംഗ്ലാദേശിൽ കണ്ടത്, ശ്രീലങ്കയിൽ കണ്ടത്, ഭരണാധികാരികൾക്ക് ഓടി ഒളിക്കേണ്ട അവസ്ഥ. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ടിട്ട് ഇന്ത്യയിലേക്ക് വന്ന അഭയം തേടിയിട്ട് അല്ലേ, നേപ്പാളിലെ ഭരണാധികാരി ഓടി ഒളിച്ചു. ശ്രീലങ്കയിലെ ഭരണാധികാരികൾ ഓടി ഒളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഭയന്ന് മുട്ടിടിച്ചിട്ട് ഓടി ഒളയ്ക്കുന്ന കൗബീനത്തിൽ ഒന്ന് മാത്രമല്ല, 2 പോകുന്ന അവസ്ഥ. അത് ഈ രാജ്യത്തും ഇന്ത്യ രാജ്യത്തും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്നുള്ള ഭയം. ജനം തീരുമാനിച്ചങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭരണാധികാരിക്കല്ല, ഏത് തലതൊട്ടപ്പനാണെങ്കിലും തടുത്ത് നിർത്താൻ കഴിയില്ല. ആ ഭയം തന്നെയാണ് ഇവരെ വേട്ടയാടുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവ വികാസത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ 6-ാം തീയതി എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു പ്രതിഷേധ സമരം നടക്കാൻ പോവുകയാണ്. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനെ തടയിടാൻ ഏത് വിധേനയും നരേന്ദ്രമോദിയും കൂട്ടുകാരും അതിന് തടയിടാൻ വേണ്ടിയുള്ള പണിയെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇതേക്കുറിച്ചൊന്നും ചർച്ച ചെയ്യരുത് എന്നാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും എവിടെയും ചർച്ച ചെയ്യാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാരണം ഇതൊക്കെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് തന്നെ നാണക്കേടാ. ഈ രാജ്യത്ത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ സംഘ് പരിവാർ എന്ന് പറയുന്നവര് രാജ്യദ്രോഹികൾ ഇവര് മാത്രമാണ്. ഈ രാജ്യദ്രോഹികൾ, രാജ്യത്തിൻ്റെ ദ്രോഹികളായിട്ടുള്ള ആളുകൾ ഈ സംഘ് പരിവാരമാണ്. ഇവർ ഈ രാജ്യത്തിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് അധിനിവേശ ശക്തികൾ വന്ന് കൊള്ളയടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ കൂടെ കൂടിയിട്ട് ഈ രാജ്യത്തെ പൗരന്മാരെയും സ്വതന്ത്ര സമര സേനാനികളെയും ഒറ്റുകൊടുത്തവരാണിവർ. കാല് നക്കിയവരും ഷൂ നക്കിയവരും ആസനം നക്കിയ തീട്ടം നക്കികളാണ് ഈ സംഘ് പരിവാറുകാർ അല്ലേ. ഈ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയവര് ഇപ്പൊ 12 വർഷമായി ഭരണത്തിലിരിക്കുന്നു. എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുൻഗാമികളായിട്ടുള്ള ഭരണാധികാരികൾ ചെയ്തു വെച്ചത് ഇവിടെ ഉള്ളത് കൊണ്ട് രാജ്യം വലിയ നാണക്കേടില്ലാതെ മുന്നോട്ട് പോകുന്നു. നരേന്ദ്രമോദി ചെയ്തത് പുറത്ത് പറയാൻ പറ്റൂല. നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ പുറം ലോകം അറിഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേടാ. ഇന്ത്യക്കാരന് തന്നെ എല്ലാവർക്കും നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് നരേന്ദ്രമോദി ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
ഇത്തരം ചർച്ചകളെ പോലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സമരത്തെയല്ല ഭയപ്പെടുന്നത്, തെരുവിലിറങ്ങിയ ഒരു കൂട്ടത്തെയല്ല ഭയപ്പെടുന്നത്, മറിച്ച് അടച്ചിട്ട മുറിയിൽ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെ ഇത്രമാത്രം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇരട്ടയുമില്ല, ഇരട്ട എഞ്ചിനുമില്ല, ഓട്ടയാണുള്ളത്. ഓട്ട ആനമുട്ടയോളം വലിപ്പമുള്ള ഓട്ടയാണുള്ളത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിൽ എത്ര ആളുകളുടെ മക്കൾ ഒരു എൻട്രൻസ് എക്സാം എഴുതി കിട്ടാൻ വേണ്ടി അവരെ കഷ്ടപ്പാടിനൊപ്പം നിന്ന എത്ര അച്ഛനമ്മമാര്, അതിനുവേണ്ടി പണിയെടുത്ത് മക്കൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് പണിക്കുമ്പോൾ അവർക്ക് കൂട്ടിരുന്ന അമ്മമാര്, അച്ഛന്മാര്, കഷ്ടപ്പാടുകള്, പണത്തിൻ്റെ ചെലവ് അവിടെ നിൽക്കട്ടെ. ഒരു മനുഷ്യൻ എല്ലാം ഇത്തരം കുട്ടികൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സോഷ്യൽ മീഡിയകൾ ഒഴിവാക്കി, കളിസ്ഥലങ്ങൾ ഒഴിവാക്കി, എല്ലാ വിനോദങ്ങളും ഒഴിവാക്കി, സദാസമയം ഇരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് കുട്ടികൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ പറയടാ പരീക്ഷ റദ്ദാക്കി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, അല്ലേ? CBSE പരീക്ഷയുടെ കാര്യം പിന്നെ പറയേ വേണ്ട. ഇത് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചർച്ച, ഈ രാജ്യത്തെ ഭരണകൂടം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ആകുലതകളും വ്യാകുലതകളുമില്ല. എന്നിട്ട് ഇവരൊക്കെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, CBSE ബോർഡ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാ സ്കൂൾ പ്രിൻസിപ്പൽസിനും അയച്ചു കൊടുത്തിരിക്കുകയാ. ഇവരൊക്കെ ഇത് വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലിട്ടു. സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത എല്ലാവരുടേതും കുത്തും കോമയും പോലും വ്യത്യാസമില്ലാതെ ഒരേ സെന്റൻസുകൾ, ഒരേ വാക്കുകൾ, ഒരേ സംസാരങ്ങൾ. വാക്കുകളിലല്ല വ്യത്യാസമില്ലാത്തത്, വാക്കുകളിൽ മാത്രമല്ല വ്യത്യാസമില്ലാത്തത്, സെന്റൻസിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് കോമ ഇട്ടെടുത്ത് പോലും വ്യത്യാസമില്ലാതെ ഈ സ്കൂളിൽ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള CBSE സ്കൂൾ പ്രിൻസിപ്പൽമാര് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള നാടകവുമായിട്ട് രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു കോൺഫറൻസ് ഹാളിനുള്ളിൽ കുറച്ച് പേരിരുന്ന് ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രമാത്രം ഭയമുണ്ടാകുന്നത്? ഒരു കാര്യം ഉറപ്പാണല്ലോ, രാജ്യത്തെ നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ചിരിക്കുകയാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്. എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും, എന്ത് പറഞ്ഞാലും ഉടനടി ഗോമാതാവിലേക്ക് വരും, ഉടനടി പശുവിലേക്ക് വരും, ഉടനടി ബീഫിലേക്ക് വരും, ഉടനടി മുസ്ലിമിലേക്ക് വരും, നെക്സ്റ്റ് പാകിസ്ഥാനാണ്. ഇതാണ് രാജ്യത്ത് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും, ആര് ചോദിച്ചാലും, എന്ത് ചോദിച്ചാലും ഉത്തരം ഒന്നേ ഉള്ളൂ. ഒന്ന് പാകിസ്ഥാൻ, മുസ്ലിം, ഹിന്ദു, ബീഫ്, ഗോമാത. ഇതിനപ്പുറത്തേക്ക് ഒരു മറുപടിയുമില്ല. ഉടനടി രാജ്യദ്രോഹിയാക്കുക, ഉടനടി പാകിസ്ഥാനിയാക്കുക. ചോദ്യങ്ങളോട് ഇത്രമാത്രം ഭയമുള്ള ഒരു സർക്കാർ, നരേന്ദ്രമോദി എന്ന് പറയുന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രധാനമന്ത്രി. ഭയമാണ്, എല്ലാത്തിനെയും ഭയമാണ്. എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ഒരു കമ എന്നൊരക്ഷരം മിണ്ടാൻ കഴിയില്ല. ഇത്തരം ദൃശ്യങ്ങൾ നമുക്ക് മുന്നിൽ വിളിച്ചു പറയുന്നത് കൃത്യമായിട്ട് ആശങ്കകളാണ്. ഈ രാജ്യം വലിയ പ്രതിസന്ധികൾ നേരിടുന്നു. മിണ്ടാനും പറയാനും ആളുകളില്ലെന്ന് മാത്രമല്ല, അത്തരം ശബ്ദങ്ങളെ അടിച്ചമർത്തുവാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.